ചാണക്യനീതി. വിജയത്തിനുള്ള 10 നിയമങ്ങൾ. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുന്നിലിരുന്ന് ആചാര്യ ചാണക്യൻ അതീവ ഗൗരവത്തോടെ പറഞ്ഞു, ഈ ലോകത്ത് നിനക്ക് വിജയിക്കണമെങ്കിൽ തന്ത്രശാലിയാകാൻ പഠിക്കണം. നീ തന്ത്രശാലിയായില്ലെങ്കിൽ ആളുകൾ നിന്നെ അവരുടെ കാൽക്കീയിലിട്ട് ചവിട്ടിമെതിക്കും. ഈ ലോകത്ത് നേരായവർക്കും പാവങ്ങൾക്കും നിഷ്കളങ്കർക്കും യാതൊരു സ്ഥാനവുമില്ല. നീ നിഷ്കളങ്കനായി തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വിജയം നിന്റെ കൈകളിൽ നിന്ന് എന്നേക്കുമായി തട്ടിപ്പ് പറിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചോളൂ. ഓർക്കുക, നിന്റെ ബുദ്ധി നീ കൃത്യമായി ഉപയോഗിക്കണം. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതാണ് വിജയത്തിനുള്ള 10 നിയമങ്ങൾ. റൂൾ നമ്പർ 1. ഒരിക്കലും നിങ്ങളുടെ ബലഹീനത കാണിക്കരുത്, അല്ലാത്തപക്ഷം ആളുകൾ അത് മുതലെടുക്കും. ഈ ലോകത്ത് 2 തരം ആളുകളാണുള്ളത്. 1 വേട്ടയാടുന്നവർ, 2 ഇരയാകുന്നവർ. നിന്റെ ബലഹീനത നീ ആളുകളെ കാണിച്ചു കൊടുത്താൽ എന്നെ വേട്ടയാടൂ എന്ന് നീ തന്നെ സ്വയം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണത്. നിന്റെ മനസ്സ് എത്ര ശുദ്ധമാണെന്നോ നിന്റെ ഉദ്ദേശങ്ങൾ എത്ര സത്യസന്ധമാണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും ആളുകൾക്കൊരു വിഷയമേ അല്ല. അവർക്ക് വേണ്ടത് തങ്ങളുടെ സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദുർബലനെ മാത്രമാണ്. നിന്റെ പ്രശ്നങ്ങൾ നീ എല്ലാവരോടും പങ്കുവെക്കുമ്പോൾ 90% ആളുകളും അത് വെറുതെ കേട്ടിരിക്കും, പക്ഷെ ആരും സഹായിക്കില്ല. എന്നുമാത്രമല്ല, അവർ നിന്റെ ആ ബലഹീനത എങ്ങനെ മുതലെടുക്കാമെന്ന് പദ്ധതിയിടുകയും ചെയ്യും. നിങ്ങളുടെ വികാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും നിങ്ങളെ മനസ്സിലാക്കാനോ സഹായിക്കാനോ അല്ല, മറിച്ച് നിങ്ങളുടെ അവസ്ഥയെ എങ്ങനെ മുതലെടുക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. എന്നാൽ ഇതാണ് ലോകത്തിന്റെ സ്വാഭാവിക നിയമം. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വലിയൊരു പ്രശ്നം സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ സഹപ്രവർത്തകരോടോ പങ്കുവെക്കാറുണ്ട്, അവർ സഹായിക്കുമെന്ന് കരുതി. എന്നാൽ അതിനുപകരം അവർ ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹസിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയുടെ ലാഭമെടുക്കാൻ തുടങ്ങും. റൂൾ നമ്പർ 2. സ്വയം ബഹുമാനിക്കുക, അല്ലാത്തപക്ഷം ലോകം നിങ്ങളെ തള്ളിക്കളയും. നിങ്ങൾ സ്വയം ബഹുമാനിക്കുന്നില്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു ഉപയോഗശൂന്യമായ വസ്തുവായി കരുതും. എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതും ശേഷം വലിച്ചെറിയാവുന്നതുമായ ഒരു വസ്തു. സ്വയം വില കൽപ്പിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകം വില നൽകൂ. നീ നിന്റെ വില സ്വയം കുറച്ചാൽ ലോകം നിന്നെ ചവറ്റുകുട്ടയിലെന്ന പോലെ ഒരരികിലേക്ക് മാറ്റും. ആത്മാഭിമാനത്തിന്റെ ആദ്യത്തെ നിയമം നീ അർഹിക്കുന്ന ബഹുമാനം നീ തന്നെ നിനക്ക് നൽകുക എന്നതാണ്. നീ നിന്നെ ബഹുമാനിച്ചാൽ മാത്രമേ ലോകവും നിന്നെ ബഹുമാനിക്കൂ. എന്തുകൊണ്ടാണ് ആത്മാഭിമാനം അത്യാവശ്യമാകുന്നത്? ചിന്തിക്കുക. നീ നിന്നെ ഒരു സാധാരണ കല്ലായി കണ്ടാൽ ആളുകൾ നിന്നെ തട്ടിമാറ്റിപ്പോകും. എന്നാൽ നീ നിന്നെ ഒരു വിലപിടിപ്പുള്ള വജ്രമായി കണ്ടാൽ ആളുകൾ നിന്നെ സൂക്ഷിച്ചുവെക്കും, നിന്നെ വിലമതിക്കും. ഇതാണ് ലോകത്തിന്റെ നിയമം. നീ നിനക്ക് എത്ര വിലയിടുന്നുവോ അത്രയും വിലയെ ലോകം നിനക്ക് നൽകൂ. നീ നിന്നെ ദുർബലനും നിസ്സാരനുമായി കണ്ടാൽ ആളുകളും നിന്നെ അതേ കണ്ണിലൂടെ നോക്കൂ. നീ നിന്റെ ആത്മാഭിമാനം കളഞ്ഞുകുളിച്ചാൽ ലോകം നിന്നെ ഗൗനിക്കില്ല. മറിച്ച് നീ നിന്നെ ശക്തനും ബഹുമാനത്തിനർഹനും യോഗ്യനുമായി കണ്ടാൽ ആളുകൾ നിങ്ങളോട് അതേ രീതിയിൽ പെരുമാറും. റൂൾ നമ്പർ 3. ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത് പറയുക, ഇല്ലെങ്കിൽ ആരും നിങ്ങളെ ഗൗരവമായി എടുക്കില്ല. വാക്കുകൾ നമ്മുടെ ശക്തിയാണ്, അവ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതും അത് ശരിയായ സമയത്ത് ഉപയോഗിക്കുന്നതും നമ്മുടെ ആത്മവിശ്വാസവും സ്വാധീനവും വർദ്ധിപ്പിക്കുന്നു. ചിന്തിക്കാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്നവൻ നിങ്ങളെ വളരെ നിസ്സാരമായി കാണും. നിങ്ങളുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമുണ്ടാകില്ല. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച് ശരിയായ സമയത്ത് വാക്കുകൾ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകും, ആളുകൾ അതിനെ ഗൗരവമായി എടുക്കും. ഉദാഹരണത്തിന്, അരുൺ എന്ന ഒരു യുവാവ് തന്റെ ബോസിനോട് സംസാരിക്കാൻ പോയി. അവൻ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ വെപ്രാളത്തിൽ എന്തൊക്കെയോ വേഗത്തിൽ പറഞ്ഞു, പക്ഷേ എന്താണ് പറയുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചില്ല. അവന്റെ ബോസ് അവന്റെ കാര്യങ്ങളെ നിസ്സാരമായി കാണുകയും അവന്റെ അഭിപ്രായത്തെ അവഗണിക്കുകയും ചെയ്തു. താൻ ശാന്തനായിരുന്ന് ചിന്തിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ തന്റെ വാക്കുകൾക്ക് കൂടുതൽ കനമുണ്ടാകുമായിരുന്നു എന്ന് അരുണിന് മനസ്സിലായി. ഒരു വിജയിയായ നേതാവിനോ സ്വാധീനമുള്ള വ്യക്തിക്കോ എപ്പോൾ മിണ്ടാതിരിക്കണമെന്നും എപ്പോൾ സംസാരിക്കണമെന്നും കൃത്യമായി അറിയാം. ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതും അത് ശരിയായ സമയത്ത് ഉപയോഗിക്കുന്നതുമാണ് അവരുടെ വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ വാക്കുകൾ തിരഞ്ഞെടുത്ത് ശ്രദ്ധാപൂർവം സംസാരിച്ചാൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഫലമുണ്ടാകും, ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കും. റൂൾ നമ്പർ 4. കാര്യലാഭമില്ലാതെ മേറ്റ്ലാബ് ആരും നിങ്ങളുടെ സ്വന്തമല്ല. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. കാര്യസാധ്യമില്ലാതെ ഈ ലോകത്ത് ആരും ആരുടെയും സ്വന്തമല്ല. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ ആളുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു തെറ്റായിരിക്കും. കുടുംബമായാലും സുഹൃത്തുക്കളായാലും എല്ലാവരുടെയും ജീവിതം ഓരോ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ പണമോ അധികാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളോ ഉള്ളപ്പോൾ ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. എന്നാൽ നിങ്ങൾ ദുർബലനാകുമ്പോൾ ആ ആളുകൾ നിങ്ങളിൽ നിന്ന് അകലുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ഉദാഹരണമെടുക്കാം. അജയ് ഒരു വിജയിയായ ബിസിനസ്സുകാരനായിരുന്നു. അവന്റെ കമ്പനി വലിയ ലാഭത്തിൽ നടക്കുകയായിരുന്നു. എല്ലാവരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ അവന്റെ കമ്പനി തകരുകയും അവൻ സാമ്പത്തികമായി തളരുകയും ചെയ്തപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ആളുകൾക്ക് എന്തെങ്കിലും നേടാനുള്ള അവസരമുള്ളിടത്തോളം കാലം മാത്രമേ അവർ കൂടെയുണ്ടാവൂ എന്ന്. ഇതൊരു കൈപ്പേറിയ സത്യമായിരുന്നു.
പക്ഷെ ഇതാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആരും ആരുടെയും സ്വന്തമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുള്ളിടത്തോളം കാലം മാത്രമേ ആളുകൾ നമ്മുടെ കൂടെയുണ്ടാവൂ. അതിനാൽ നമ്മളിൽ തന്നെ ആശ്രയിക്കുകയും സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുകയും വേണം. അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് സ്വയം ശക്തരാകാൻ കഴിയും. റൂൾ നമ്പർ 5: നിഷേധാത്മകമായ ചോദ്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ദേഷ്യപ്പെടരുത്. ജീവിതത്തിൽ എല്ലാവരും നിങ്ങൾ സന്തോഷിക്കുന്നതും മുന്നേറുന്നതും അനുവദിക്കില്ല. കുത്തുവാക്കുകളും നെഗറ്റീവ് ചോദ്യങ്ങളും പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കും. എന്നാൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അതിന് മറുപടി നൽകരുത്. നമ്മളെ താഴ്ത്തിക്കെട്ടുക എന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ ദേഷ്യത്തിൽ പ്രതികരിക്കരുത്. ഒരു ഉദാഹരണമെടുക്കാം. രാഹുൽ ഒരു വിജയിയായ ബിസിനസ്സുകാരനായിരുന്നു. എന്നാൽ അവന്റെ സഹപ്രവർത്തകർ അവനെ പരിഹസിക്കുകയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു സഹപ്രവർത്തകൻ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, "നീ ചെയ്തതൊന്നും അത്ര വലിയ കാര്യമല്ല. നിന്റെ വിജയം വെറും ഭാഗ്യത്തിന്റെ കളിയാണ്." രാഹുൽ ദേഷ്യപ്പെട്ട് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവൻ സ്വയം ചെറുതാകുമായിരുന്നു. എന്നാൽ അവൻ സ്വയം ശാന്തനായി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, "ശരിയാണ്, ഓരോരുത്തരുടെയും വഴികൾ വ്യത്യസ്തമാണ്. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്നെ ഇവിടെ എത്തിച്ചു." രാഹുലിന്റെ ഈ മറുപടി അവനെ ശാന്തനായി നിലനിർത്തുക മാത്രമല്ല, ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ആ സഹപ്രവർത്തകന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നെഗറ്റീവ് ചോദ്യങ്ങൾക്ക് പുഞ്ചിരിയോടെയും ബുദ്ധിപൂർവ്വവും മറുപടി നൽകുന്നത് നമ്മളെ ശക്തരും സ്വാധീനമുള്ളവരുമാക്കും. ഏതെങ്കിലും മോശം കമന്റുകളെ നേരിടേണ്ടി വരുമ്പോൾ ദേഷ്യപ്പെടാതെ സ്മാർട്ടായി അത് കൈകാര്യം ചെയ്യണമെന്ന് ഇത് തെളിയിക്കുന്നു. ഇതിലൂടെ നമ്മുടെ മാനസിക കരുത്ത് വർദ്ധിക്കുകയും മുന്നിലുള്ള വ്യക്തി വീണ്ടും നമ്മളെ ശല്യപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. റൂൾ നമ്പർ 6: ക്ഷമ ശീലിക്കുക, അല്ലെങ്കിൽ നാശം ഉറപ്പാണ്. ഏതൊരു വിജയത്തിന്റെയും അടിത്തറയാണ് ക്ഷമ. ക്ഷമയില്ലാത്തപ്പോൾ നമ്മൾ എടുത്തുചാട്ടത്തിന്റെ കെണിയിൽ വീഴുകയും അത് നമുക്ക് നാശമുണ്ടാക്കുകയും ചെയ്യും. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണിത്. ഏറ്റവും വിജയിച്ച മനുഷ്യർ തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാത്തവരാണ്. അവർ ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യം നേടാനുള്ള തിടുക്കത്തിൽ നമ്മുടെ തീരുമാനങ്ങളുടെ ഗൗരവം അളക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ക്ഷമയോടെ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് പലരും പാതിവഴിയിൽ തോൽവി സമ്മതിക്കുന്നത്. ഉദാഹരണത്തിന്, വളരെ വേഗത്തിൽ പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തിൽ തെറ്റായ നിക്ഷേപം നടത്തുന്ന ഒരു വ്യാപാരിക്ക് തന്റെ പണം നഷ്ടപ്പെടുക മാത്രമല്ല, അവന്റെ കമ്പനി മുഴുവൻ നഷ്ടത്തിലാവുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ക്ഷമയോടെ പ്രവർത്തിക്കുകയും ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയും സാവധാനം തന്റെ കമ്പനിയെ ശക്തിപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു വ്യാപാരി വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കുന്നു. അതുകൊണ്ട് നമ്മൾ ക്ഷമ പാലിക്കണം. കാരണം ശരിയായ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ നമുക്ക് യഥാർത്ഥ വിജയം നേടിത്തരികയുള്ളൂ. നീ ക്ഷമ കാണിക്കുമ്പോൾ നിന്നെയും നിന്റെ തീരുമാനങ്ങളെയും കാലത്തിന്റെ ഉരകലിൽ പരിശോധിക്കാൻ നിനക്ക് കഴിയും. അപ്പോൾ മാത്രമേ നിനക്ക് സത്യമായ വിജയം നേടാനാവൂ. റൂൾ നമ്പർ 7: ചിന്തിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ദുർബലനായി കാണും. നമ്മുടെ വാക്കുകൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ കണ്ണാടിയാണ്. നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നയാളിൽ വലിയ സ്വാധീനം ചെലുത്തും. നമ്മൾ ചിന്തിക്കാതെ എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മുടെ ആത്മവിശ്വാസം കുറയുകയും ആളുകൾ നമ്മളെ ദുർബലരായി കാണാൻ തുടങ്ങുകയും ചെയ്യും. എപ്പോഴും സംസാരിക്കണമെന്നില്ല, പക്ഷേ സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകൾ അളന്നുമുറിച്ച് സംസാരിക്കണം. ഒരു ഉദാഹരണമെടുക്കാം. ഒരിക്കൽ ഒരു നേതാവ് തന്റെ അണികൾക്കിടയിൽ ഒരു സഭയിലിരിക്കുകയായിരുന്നു. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷെ ചിന്തിക്കാതെ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ പരിഹസിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഗൗരവമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റു. എന്നാൽ ഓരോ വാക്കും ശ്രദ്ധിച്ച് തെരഞ്ഞെടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാകുമായിരുന്നു. അതുപോലെ നമ്മളും ചിന്തിക്കാതെ സംസാരിച്ചാൽ ആളുകൾ നമ്മുടെ വാക്കുകളെ നിസ്സാരമായി കാണും. വലിയ നേതാക്കൾക്കും വിജയികൾക്കും ഏത് സമയത്ത് ഏത് വാക്കുപയോഗിക്കണമെന്നറിയാം. അവർ എപ്പോഴും തങ്ങളുടെ വാക്കുകൾക്ക് കനം നൽകുന്നു. അങ്ങനെ കേൾക്കുന്നവർ അവരെ ഗൗരവമായി എടുക്കും. ചിന്തിച്ച് സംസാരിക്കുക എന്നതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് നമ്മുടെ വാക്കുകൾ കൃത്യതയോടെയും ആത്മവിശ്വാസത്തോടെയും പറയുക എന്നാണ്. ഈ രീതിയാണ് നമ്മളെ സ്വാധീനമുള്ള വ്യക്തിയാക്കുന്നത്. നിന്റെ നാക്കിന്മേൽ നിനക്ക് നിയന്ത്രണമില്ലെങ്കിൽ അത് നിന്റെ ഏറ്റവും വലിയ ശത്രുവാകും. എന്നാൽ നിനക്കതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഈ നാക്ക് തന്നെയായിരിക്കും നിന്റെ ഏറ്റവും വലിയ ശക്തി. അത് ഏത് പ്രതിസന്ധിയിലും നിനക്ക് വിജയം നൽകും. റൂൾ നമ്പർ 8: കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, ഇല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ദുർബലനായി കരുതും. ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയാണ്. അതിൽ കണ്ണുകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നത് നമ്മൾ ആത്മവിശ്വാസമുള്ളവരാണെന്ന സന്ദേശം അവർക്ക് നൽകും. കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് നമ്മൾ നുണ പറയുന്നില്ല എന്നതിന്റെ അടയാളമാണ്. നമ്മൾ നമ്മുടെ വാക്കുകളിൽ സത്യസന്ധരും ആത്മാർത്ഥരുമാണ്. നമ്മൾ ആരെയും ഭയപ്പെടുന്നില്ല എന്നത് കാണിക്കുന്നു. ഈ ലളിതമായ കാര്യം നമുക്ക് മാനസികമായ കരുത്തും ആത്മവിശ്വാസവും നൽകുന്നു. കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് വാക്കുകളുടെ സ്വാധീനം മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നു.
നമ്മുടെ ചിന്തകളോടും വികാരങ്ങളോടും നമ്മൾ പൂർണ്ണമായും സത്യസന്ധരാണെന്ന് അത് കാണിക്കുന്നു. മുന്നിലുള്ളയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തും കഴിവുമുള്ളതായി സ്വയം തോന്നാൻ സഹായിക്കും. റൂൾ നമ്പർ 9. നാണമില്ലാത്തവരും ലക്ഷ്യമില്ലാത്തവരുമായ ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത്, അവരെപ്പോലെ ആയിത്തീരും നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്ത, എപ്പോഴും കുറ്റം പറയുന്ന, സ്വന്തം ലക്ഷ്യത്തിൽ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ആളുകളുടെ കൂടെയാണ് നമ്മളെങ്കിൽ ക്രമേണ നമ്മളും അവരെപ്പോലെയായിത്തീരും. അത്തരം ആളുകളുടെ കൂടെ നടക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല. അവരുടെ നെഗറ്റീവ് സ്വാധീനം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ബാധിക്കും. നമ്മളും അവരെപ്പോലെ നിഷ്ക്രിയരായി മാറും. റൂൾ നമ്പർ 10. നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും വലുതായി നിലനിർത്തുക. കാരണം ചെറിയ ചിന്താഗതിക്കാർ ഒരിക്കലും മുന്നേറില്ല. നമ്മുടെ ചിന്താരീതിയാണ് നമ്മുടെ ഭാവി പ്രവചിക്കുന്നത്. ചെറിയ ചിന്തകളിലും ചെറിയ ലക്ഷ്യങ്ങളിലും നമ്മൾ സംതൃപ്തരായാൽ നമുക്കൊരിക്കലും വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയില്ല. വലുതായി ചിന്തിക്കുന്നത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ ഉയരങ്ങൾ തൊടാൻ നമ്മളെ തയ്യാറാക്കുകയും ചെയ്യും. വലിയ ചിന്തകളിലൂടെ നമ്മൾ വലിയ പദ്ധതികളും ലക്ഷ്യങ്ങളും തീരുമാനിക്കുന്നു. ഈ ലക്ഷ്യങ്ങൾ നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണമെടുക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ശിവ എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. അവൻ എപ്പോഴും ചെറിയ ചിന്തകളുമായാണ് ജീവിച്ചിരുന്നത്. അതായത് നല്ല മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി കിട്ടണം എന്നൊക്കെ. എന്നാൽ ഒരു ദിവസം അവൻ വിജയിയായ ഒരു ബിസിനസ്സുകാരനെ കണ്ടുമുട്ടി. ജീവിതത്തിൽ വിജയിക്കാൻ താൻ ചിന്തകളെ വലുതാക്കിയെന്ന് ആ ബിസിനസ്സുകാരൻ അവനോട് പറഞ്ഞു. ശിവ ആ വാക്കുകൾ ശ്രദ്ധിച്ചു. അവൻ തന്റെ ലക്ഷ്യങ്ങളെ വലുതാക്കി. അവനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ട ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്നു. ശിവയുടെ ചിന്തകൾ ഇപ്പോൾ വലുതായിരിക്കുന്നു. അവൻ തന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ചെറിയ ലക്ഷ്യങ്ങളിൽ സംതൃപ്തരാകുന്നവർക്ക് ഒരിക്കലും വലിയതൊന്നും നേടാൻ കഴിയില്ലെന്ന് ഇത് തെളിയിക്കുന്നു. എന്നാൽ ചിന്തകളെ വലുതായി കാണുന്നവരും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരും എപ്പോഴും പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കും. അവർ ജീവിതത്തിൽ വലിയ വിജയം നേടുകയും ചെയ്യും.